എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാറശാല ബ്ലോക്ക് കുളത്തൂർ പഞ്ചായത്ത് നെയ്യാറ്റിക്കര. അവിടെ ഒരു ഷോ നടക്കുകയാണ്. അതായത് സൂര്യകാന്തി പൂക്കൾ, അതുപോലെ തന്നെ മില്ലറ്റ്. ഇപ്പോൾ സമീപകാലത്ത് മില്ലറ്റുകളെക്കുറിച്ച് ഒരുപാട് പ്രോത്സാഹനം സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. 8 ഇനത്തിലുള്ള മില്ലറ്റുകളുടെ കൃഷിത്തോട്ടം, മാതൃകാ കൃഷിത്തോട്ടം, പ്രദർശനം, മറ്റ് വിനോദ ഉപാധികൾ, അക്വാ ഷോ, പെറ്റ് ഷോ തുടങ്ങി നിരവധി പരിപാടികളായി വളരെ മനോഹരമായിട്ടുള്ളൊരു ഷോ. അത് ഈ മാസം 30-ാം തീയതി വരെ ഇതിവിടെ ഉണ്ട്. 50 രൂപ പ്രവേശന ടിക്കറ്റാണ്. വളരെയധികം ജനങ്ങൾ ഇത് ആസ്വദിക്കാനായി ഇവിടെ എത്തിച്ചേരുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് തമിഴ്നാട്ടിലെ സൂര്യകാന്തി പാടമല്ല, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ളതാണ്. നെയ്യാറ്റിൻകര താലൂക്കിലെ കുളത്തൂർ കൃഷിഭവന് കീഴിലെ ഊരംവിളയിൽ ഒരു കൂട്ടം കർഷകർ ഒരുക്കിയ പൂകൃഷിയിലെ വിസ്മയം ജനശ്രദ്ധയെ ആകർഷിക്കുകയാണ്. ഇവിടെ എത്തുവാനുള്ള ഗൂഗിൾ മാപ്പ് ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് സൂര്യകാന്തി പൂകൃഷി ഇവിടെ നടത്തിയത് വലിയ വിജയമായിരുന്നു. അതിനെ തുടർന്നാണ് വേനലവധി കാലത്ത് ഇത്തരം ഒരു പ്രദർശനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങളുടെ മാതൃകാ കൃഷിത്തോട്ടവും ഇവിടെ കാണാം. സന്ദർശകർക്ക് ഉല്ലാസത്തിനായി നിരവധി കാഴ്ചകളും കളികളും മീൻ പിടിക്കുവാനുള്ള സൗകര്യവും അക്വാ പെറ്റ് ഷോയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഗ്രാമാന്തരീക്ഷത്തിലാണ് ഈ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. സൂര്യകാന്തി പൂക്കൾ, ജമന്തി, കോഴിപ്പൂവ്, കടുക്, റാഗി, ചാമ, തിന, കുതിരവാലി, കമ്പ്, മണിച്ചോളം തുടങ്ങിയവയൊക്കെ ഇവിടെ പൂത്ത് കായ്ച്ചു നിൽക്കുന്നത് കാഴ്ചയ്ക്ക് വളരെ കുളിർമയേകുകയാണ്. ഈ വേനലവധി കാലത്ത് ഇത്തരം ഒരു പ്രദർശനം വളരെ വ്യത്യസ്തമായ അനുഭവമായിരിക്കും എന്ന കാര്യം തീർച്ചയാണ്. 2025 ഏപ്രിൽ 30 വരെയാണ് ഈ പ്രദർശനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ാണ് ഈ ഊരംവിളയിലെ ഈ തോട്ടത്തിന്റെ അമരക്കാർ. എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ചേട്ടൻ പേരെന്താണ്? എൻ്റെ പേര് വിനോദ്. വിനോദ് അല്ലേ? ഞാൻ സിജു. സിജു. സന്തോഷം. ഓക്കെ. അപ്പോൾ ഇത് 3-ാമത്തെ വർഷമാണല്ലേ ഇവിടെ നടക്കുന്നത്? മൂന്നാമത്തെ പ്രോഗ്രാം. ശരി. അപ്പോൾ ഇതിനെക്കുറിച്ച് മൊത്തത്തിലൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിനാണ് ആദ്യമായിട്ട് ജമന്തി പൂവായിരുന്നു ഒരു 1.5 ഏക്കറിൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഈ 1.5 ഏക്കർ മൊത്തത്തിൽ സൂര്യകാന്തി ആയിരുന്നു. അപ്പൊ ഈ വേനൽക്കാലത്ത് ഒരു 1.5 ഏക്കർ കൂടെ ചേർത്ത് എടുത്തിട്ട് മൊത്തം എത്ര ഏക്കറാണ്? 3 ഏക്കറുള്ള സ്ഥലത്ത്. ഇപ്പൊ നമ്മൾ മില്ലറ്റ് കൂടെയാണ്. അപ്പൊ മില്ലറ്റിന് ഇവിടെ അധികം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? എന്നാലും നമ്മൾ 8 ഐറ്റം ആണ്. 8 ഐറ്റം. ഏതൊക്കെയാണ് 8 ഐറ്റം എന്ന് പറയുന്നത്? നമ്മള് റാഗി വെച്ചിട്ടുണ്ട്. നമ്മളെ കൂരവ്, കമ്പ്, വജ്രച്ചോളം, തിന, ചാമ, കുതിരവാലി, മണിച്ചോളം, പിന്നെ നമ്മളെ പോപ്കോണും സ്വീറ്റ്കോണും, 8 ഐറ്റവും നമുക്ക് ഒരുമിച്ച് കാഴ്ച നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അട്ടപ്പാടി പോയാൽ പോലും നമുക്ക് 8 ഐറ്റം ഒരുമിച്ച് കാണാം. ഒരു പ്രദർശന തോട്ടം എന്ന നിലയ്ക്കാണ് നമ്മളെ കൃഷിക്കാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ അതോടൊപ്പം തന്നെ യുവാക്കളെ കൃഷിയിലേക്ക് കൊണ്ടുവരിക. ആ ഒരു ഉദ്യമത്തിലാണ് നമ്മൾ സൂര്യകാന്തി ഉൾപ്പെടെ 8 ഐറ്റം ഫ്ലവേഴ്സും 8 ഐറ്റം മില്ലറ്റും ആ ഒരു കോൺസെപ്റ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ പകൽ സമയമാണല്ലോ, അപ്പോൾ മൊത്തത്തിൽ വെയിലാണ്. വൈകുന്നേരമാണ് ശരിക്കും ഇതിന്റെ ഭംഗി വരുന്നല്ലേ, ലൈറ്റിംഗ് ഒക്കെ വരുമ്പോഴേക്കും. എല്ലാ ദിവസവും സ്റ്റേജ് പ്രോഗ്രാം ഉൾപ്പെടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ആനന്ദകരമായ രീതിയിലുള്ള പെറ്റ് ഷോയും അതേപോലെ ഫിഷ് പാ, അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ഗെയിംസ്, അങ്ങനെ എന്തായാലും ഈ വേനൽക്കാലം ആഘോഷിക്കാനുള്ള ഒരു സെറ്റപ്പ് എല്ലാം മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. എന്തായാലും ഈ പരിപാടി വലിയൊരു വിജയകരമായിട്ട് തിരുവനന്തപുരത്ത് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ജനങ്ങൾ കൂടുതൽ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ശരി. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോ കാണുന്നവരും ഇവിടെ ഈ തോട്ടത്തിലെത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരി, വളരെ നന്ദി.
അപ്പോൾ തിരുവനന്തപുരത്തിലെ മറ്റൊരു കാഴ്ച വിശേഷവുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.